വെനിസുലയെ ഇപ്പോൾ തകർത്ത് തരിപ്പണമാക്കുമെന്ന് പറഞ്ഞ് കടന്നു ചെന്ന അമേരിക്കൻ പടക്കപ്പലുകൾക്കും വിമാനങ്ങൾക്കും നേരെ വെനിസുല കടുത്ത മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത, വെനിസുലയിലേക്ക് നേരെ പാഞ്ഞെടുത്ത 3 അമേരിക്കൻ പടക്കപ്പലുകൾക്ക് നേരെ വെനിസുലയിൽ നിന്ന് നടത്തിയ ആക്രമണത്തിൽ 8 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയാണ്. ഈ വാർത്ത സ്ഥിരീകരിച്ചിരിക്കുന്ന US മിലിറ്ററി സദേൺ കമാൻഡ് ഇത് സ്ഥിരീകരിച്ചുകൊണ്ട് പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. 3 അമേരിക്കൻ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണമായിരുന്നു. മയക്കുമരുന്ന് ലോബിയാണ് ഈ ആക്രമണങ്ങൾക്ക് പിന്നിൽ എന്നാണ് അമേരിക്ക പറയുന്നത്. തിരിച്ചടിയിൽ 90 പേർ കൊല്ലപ്പെട്ടതായിട്ടുള്ള വാർത്തകളും വരുന്നു. അമേരിക്ക വെനിസുലയെ പറയുന്നത് മയക്കുമരുന്നിന്റെ ഒരു കടത്തുകാരാണ് ആ രാജ്യം, അതുകൊണ്ട് മയക്കുമരുന്നിനെതിരെയുള്ള ഞങ്ങളുടെ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ഈ യുദ്ധമെന്നാണ് പറയുന്നത്. സംഭവം അതല്ല. വലിയ എണ്ണശേഖരമുള്ള വെനിസുലയെ പിടിച്ചെടുക്കുക, എണ്ണശേഖരം കൈപ്പിടിയിൽ ഒതുക്കുക എന്നുള്ള ട്രംപിന്റെ വ്യാമോഹം ഇല്ലെങ്കിൽ അതിമോഹമാണ് ഇത്തരത്തിലൊരു നീക്കം. ഏതായാലും ഇപ്പോൾ വെനിസുലയെ നേരിട്ട് ആക്രമിച്ചിട്ടില്ല. കിഴക്കൻ പസഫിക് സമുദ്രത്തിലാണ് ഇപ്പോൾ ഈ ഏറ്റുമുട്ടൽ നടന്നിരിക്കുന്നത്. ഇനി വെനിസുലയുടെ കരതൊടുമ്പോൾ ഇല്ലെങ്കിൽ വെനിസുലയ്ക്ക് വേണ്ടി ആക്രമണം നടത്തുകയാണെങ്കിൽ റഷ്യ അടക്കമുള്ള രാജ്യങ്ങൾ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ള നിർണായകമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു വ്ളാഡിമിർ പുടിൻ മറുടോയ്ക്ക്, അതായത് ഈ വെനിസുല പ്രസിഡന്റിന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വെനിസുലയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു 3-ാം ലോക മഹായുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ ചെറിയൊരു രാജ്യമാണ്. അമേരിക്കയ്ക്ക് എളുപ്പത്തിൽ കീഴ്പ്പെടുത്താൻ കഴിയുമോ എന്ന് വെച്ചാൽ അല്പം പണിപ്പെട്ടാലും കീഴ്പ്പെടുത്താൻ കഴിയും. പക്ഷെ ആ കീഴ്പ്പെടുത്തൽ ഒരു വലിയ യുദ്ധത്തിന് വഴി തുറക്കുമോ എന്നാണ് ഏവരും നോക്കുന്നത്. മിസ്റ്റർ